I am going to do is I'm just writing down the definition. Network scanning is a use of a computer system to systematically probe a target network to gather information regarding system. Okay, so this is the definition of network scanning. So I will read it once again. What is the purpose of network scanning? Network scanning എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കയ്യിൽ കുറേ ഇത് നെറ്റ്വർക്ക് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ആ നെറ്റ്വർക്കിൽ കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ആ പർട്ടിക്കുലർ കമ്പ്യൂട്ടർ, ആ നെറ്റ്വർക്കിലുള്ള പർട്ടിക്കുലർ കമ്പ്യൂട്ടേഴ്സിന്റെ കുറേ ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യണം? വി നീഡ് ടു ഗ്യാദർ ദോസ് ഇൻഫർമേഷൻ. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ ആക്ച്വലി പറയുന്നത് നെറ്റ്വർക്ക് സ്കാനിങ് എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിന് നമുക്ക് കുറെ ടൂൾസിന്റെ നമുക്ക് ആവശ്യമുണ്ടാവും. വി വിൽ സീ 1 or 2 tools if I like for doing this particular network scanning. Now അതിനു മുന്നേ now if I am going to like എന്തൊക്കെയാണ് നമുക്ക് ആക്ച്വലി നെറ്റ്വർക്ക് സ്കാനിങ് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്? Now I can check, okay, I can check whether the system is alive or not. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ I can also check what are the various services which is running inside that system. ആ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സിന്റെ പല സർവീസുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ I can also see എന്താണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ആ നെറ്റ്വർക്കിലുള്ള, നമുക്ക് നമ്മുടെ കയ്യിലല്ല, നമ്മുടെ നെറ്റ്വർക്കിലുള്ള അല്ലെങ്കിൽ വേറെ ഏതോ നെറ്റ്വർക്കിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഏതാണ് നമുക്ക് കാണാൻ പറ്റണം. അതേപോലെ തന്നെ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിലുള്ള നമ്മൾ സ്കാൻ ചെയ്ത് കാണാൻ പോകുന്ന ആ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ വൾനറബിലിറ്റീസ് ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബേസിക്കലി നമ്മൾ സ്കാൻ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ്, അല്ലെങ്കിൽ ദ മീനിങ് ഓഫ് സ്കാനിങ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ. ഓക്കെ, ഇതിൻ്റെ നമുക്ക് ഡയഗ്രാമാറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഐ ക്യാൻ ഡു ഈസ് this will be my scan source. This is my scan source system and നമ്മുടെ കമ്പ്യൂട്ടർ ഇതാണ്. ആൻഡ് ദെൻ ഐ എം ഗോയിങ് ടു ഹാവ് എ ഹോസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതാണ് നമ്മുടെ വിക്ടിം എന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ വിക്ടിം സിസ്റ്റം എന്ന് നമ്മൾ പറയുക. ഓക്കെ, ദിസ് ഈസ് മൈ വിക്ടിം. ഓക്കെ, ഇതാണ് എൻ്റെ വിക്ടിം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ ഞാൻ ഈ സ്കാൻ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് എനിക്ക് സെൻഡ് ചെയ്യണം. അത് സെൻഡ് ചെയ്തിട്ട് എനിക്ക് അത് ആ പ്രോഗ്രാം പറയുന്ന സാധനങ്ങളെല്ലാം വിക്ടിം കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് വിക്ടിം കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു? എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ തിരിച്ചെനിക്ക് തരും. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ ഇത് തിരിച്ചു കിട്ടുന്നത്? ഈ വിക്ടിം കമ്പ്യൂട്ടർ അലൈവ് ആണോ, അല്ലെങ്കിൽ ഈ വിക്ടിം കമ്പ്യൂട്ടറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സർവീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം എനിക്ക് എവിടെ നിന്ന് കിട്ടും? You are able to get this particular data from this particular output. മനസ്സിലാവുന്നുണ്ടോ? ഈ വിക്ടിത്തിന്റെ OS എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റണം, അല്ലെങ്കിൽ ഇതിന്റെ അകത്തുള്ള വൾനറബിലിറ്റീസ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റണം. ഓക്കെ, അങ്ങനെയുള്ള കുറെ സാധനങ്ങളാണ് നമുക്ക് ഇതിന്റെ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈസ് ആ ക്ലിയർ? എന്താണ് നെറ്റ്വർക്ക് സ്കാനിങ് എന്ന് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, മനസ്സിലായോ അല്ലേ? You can just type it in the, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെല്ലാം ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മനസ്സിലായോ? എന്താണ് നെറ്റ്വർക്ക് സ്കാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഇത് നെറ്റ്വർക്ക് ഉണ്ട്, അതിൻ്റെ അകത്ത് കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞാനാണ് അറ്റാക്കർ എങ്കിൽ ഞാൻ കുറേ ഇൻഫർമേഷൻ ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു. ഐ ക്യാൻ ആക്ച്വലി സെൻഡ് ഇറ്റ്, ഐ ക്യാൻ ഗെറ്റ് ദി റിസൾട്ട് ബാക്ക് ഫ്രം ദി വിക്ടിം സിസ്റ്റം. ഓക്കെ, ഞാൻ ഓൾറെഡി നമ്മൾ IP അഡ്രസ്സിനെ പറ്റി പറഞ്ഞു. ഐ ഡോണ്ട് സീ എനിത്തിങ് ഓൺ ദി ചാറ്റ് ബോക്സ്. എല്ലാവരും പോയോ? ഹലോ, ആം ഐ ഓഡിബിൾ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ, നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു, നമുക്ക് IP അഡ്രസ്സ് വേണം. അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോർട്ട് നമ്പർ വേണം. ഓക്കെ, ആൻഡ് ദെൻ വാട്ട് ഈസ് റിക്വയർഡ് നെക്സ്റ്റ് ഈസ് നമുക്കിത് പ്രോട്ടോകോൾ വേണം. ഈ 3 കാര്യങ്ങളും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ടൂപ്പിൾ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ പ്ലീസ് റിമെമ്പർ ദാറ്റ് നമുക്കൊരു നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടറിന്, അല്ലെങ്കിൽ എനിക്ക് 2 കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദീസ് ആർ ദി 3 പാരാമീറ്റേഴ്സ് ദാറ്റ് ഈസ് റിക്വയർഡ്. ഒന്ന് IP അഡ്രസ് ആയിരിക്കും, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പോർട്ട് നമ്പർ വേണം. Now can you tell me how many port numbers are there? Anybody?
How many port numbers are available? Total number of ports. Anybody can put it in the chat box. Nobody is here. So this many port numbers are available. So 65,535 port numbers are available. Okay. Now out of which we can see that 0 to 1023 ports are called as well-known ports. Okay. Well-known ports. Okay. These are called as well-known ports. ഇനി പ്രോട്ടോകോൾസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? നമുക്ക് TCP ഉണ്ട്, അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. UDP ഉണ്ട്, അത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോകോൾ ആണ്. സിമിലർലി when I'm going to execute a ping command, it is actually going to make use of another protocol like ICMP. അങ്ങനെ ഒരുപാട് പ്രോട്ടോകോൾസ് ആക്ച്വലി ഈസ് അവൈലബിൾ കമ്പ്യൂട്ടർ സിസ്റ്റംസ്. ഓക്കെ. So and also one more thing which I just want to tell is നമ്മൾ നെറ്റ്വർക്കിൽ കൂടി പോകുന്ന basic information that is actually going to be passed over the network is called as packet. Okay, അതാണ് നമ്മുടെ ബേസിക്. ഇപ്പൊ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പാക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ ഇൻ നെറ്റ്വർക്ക്. ഓക്കെ, നെറ്റ്വർക്കിന്റെ അകത്തുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മൾ എന്ത് പറയാ, പാക്കറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒരുപാട് പാക്കറ്റുകൾ കാണും. ആൻഡ് ദീസ് പാക്കറ്റ്സ് ആർ ഫ്ലോയിങ്. ഓക്കെ, ഇനോർമസ് നമ്പർ ഓഫ് പാക്കറ്റ്സ് ആർ ആക്ച്വലി ഗോയിങ് ടു ഫ്ലോ അക്രോസ് ദി കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ്. സോ ഇപ്പൊ നമുക്ക് പാക്കറ്റിനെയാണ് നമ്മൾ ആക്ച്വലി ഈ പാക്കറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എന്തൊക്കെ കണ്ടുപിടിക്കുന്നത്. ഈ സിസ്റ്റം ലൈവ് ആണോ നല്ലയോ എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ സർവീസസ് അവൈലബിൾ ആണോ എന്ന് കണ്ടുപിടിക്കണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിക്കണം, വൾനറബിലിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഈ പാക്കറ്റിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂളിന്റെ പേരാണ് വയർ ഷാർക്ക് എന്ന് പറഞ്ഞിട്ട് ടൂള്. ഓക്കെ, വയർ ഷാർക്ക്. അതിനെ എടുക്കാനായിട്ട് യു ക്യാൻ ഗോ ടു wireshark.org. ഓക്കെ, ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഡൗൺലോഡ് ദി wireshark.org. നൗ പ്ലീസ് റിമെമ്പർ ദാറ്റ് എന്താണ് ഈ ടൂളിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. വയർഷാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പർപ്പസ് എന്താണ്? ഓക്കെ, ഈ വയർഷാർക്കിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ആക്ച്വലി നമുക്ക് 3 പർപ്പസ് ആണ്. വയർഷാർക്കിന് 2 പർപ്പസ് ആണ് ചെയ്യുന്നത്. ദി ഫസ്റ്റ് പർപ്പസ് ഈസ് ഐ ക്യാൻ ആക്ച്വലി ക്യാപ്ചർ ദി പാക്കറ്റ്സ്. ഈ പാക്കറ്റിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്ത കാര്യം എന്താണ്? വി ആർ ഗോയിങ് ടു അനലൈസ്. ഓക്കെ, വി ആർ ഗോയിങ് ടു അനലൈസ് ദി പാക്കറ്റ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആയിരക്കണക്കിന് പാക്കറ്റ് കാണും. സോ ഇഫ് ഐ വോണ്ട് ടു സ്റ്റാർട്ട് അനലൈസിങ് ദി പാക്കറ്റ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു ഫിൽട്ടർ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഐ വിൽ ഷോ യു ഹൗ ടു ഡു ദാറ്റ്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാക്കറ്റ്സിനെ നമുക്ക് റീസ്റ്റോറേഷൻ ചെയ്യാൻ പറ്റും. വി ക്യാൻ റീസ്റ്റോർ ദി പാക്കറ്റ്സ്. അങ്ങനെ നമുക്ക് 3 സ്റ്റെപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ ഞാനൊരു ഇമേജ് ഒരു നെറ്റ്വർക്കിൽ കൂടി ഞാനൊരു ഇമേജ് പാസ് ചെയ്യാണ്. ആ ഇമേജിന്റെ പാക്കറ്റ് എനിക്ക് കിട്ടുവാണെങ്കിൽ ആ ഇമേജിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് വയർഷാർക്ക്. ബേസിക്കലി അതാണ് നമ്മുടെ വയർഷാർക്ക് ചെയ്യാൻ പോകുന്നത്. പാക്കറ്റ് ക്യാപ്ചറിങ് നമുക്ക് ചെയ്യാൻ പറ്റും, ആൻഡ് ദെൻ അനലൈസിങ് നമുക്ക് ചെയ്യാൻ പറ്റും, and then we are going to and please see that packet restoration is also there, but sometimes it is not possible to restore all the data. പക്ഷേ ബേസിക്കലി നമുക്ക് ഈ 2 സ്റ്റെപ്സ് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. So I will show you, I will demo I am going to do a small demo in Wireshark. അപ്പോൾ we are going to assume that നമ്മുടെ കയ്യിൽ Wireshark ഞാൻ ഓൾറെഡി സൈറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. You can actually go and download the Okay. Now, what I am going to do is I am just going to do a small demo in Wireshark. Okay, ഈ Wireshark-ന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇതേപോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ Wireshark ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ യു ക്യാൻ സീ ദാറ്റ് നമുക്ക് ഒരുപാട്
can see there are various interfaces, നെറ്റ്വർക്ക് ഇൻ്റർഫേസുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാനിപ്പം വയർലെസ് വൈഫൈയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു മേക്ക് യൂസ് ഓഫ് ദി വൈഫൈ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പം ഞാനിവിടെ വൈഫൈയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഈസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ക്യാപ്ചറിങ്. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ആക്ച്വലി ഞാനിവിടെ ഇപ്പം നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെബെക്സിൽ ഇപ്പം കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഈ പറയുന്ന ഇൻഫർമേഷൻ എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. സോ വാട്ട് ഐ ക്യാൻ ഡു ഈസ് ഞാനിപ്പോൾ നിങ്ങളുടെ UCKയിലുള്ള ഒരു IP അഡ്രസ് നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, ആ വെബ്സൈറ്റിൽ ഞാനിപ്പം വെബ്സൈറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ വാട്ട് ഐ ക്യാൻ ഡു, യു ക്യാൻ ഗോ ടു എന്താണ് www.ucek.in എന്ന് പറയുന്ന സൈറ്റ് എനിക്ക് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ഗോ ടു യുവർ വെബ്സൈറ്റ്. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടം വെബ്സൈറ്റിൽ പോകാൻ പറ്റും. പക്ഷേ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോ വെബ്സൈറ്റിൻ്റെ പിറകിലും നമുക്ക് ഓരോ IP അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ് നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ആ IP അഡ്രസ്സിനെ എനിക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ജസ്റ്റ് വെറുതെ ഒരു സിമ്പിൾ പിങ് കമാൻഡ് കൊടുത്താൽ മതി. പിങ് ucek.in എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദി IP അഡ്രസ് ഓഫ് ദി യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഏതാണ് നമ്മുടെ ഇവിടുത്തെ IP അഡ്രസ് എന്ന് പറയുന്നത്? 70.32.23.35. ഇതാണ് നമ്മുടെ IP അഡ്രസ്. UCK കോളേജിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത് 70.23.35 ആണ് ഇതിന്റെ നിങ്ങളുടെ കോളേജിന്റെ IP അഡ്രസ്. ഓക്കെ, സോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഇവിടെ ഞാനൊന്ന് കോപ്പി ചെയ്ത് വെക്കാൻ പോവുകയാണ്. സോ വാട്ട് ഐ ക്യാൻ ഡു ഈസ് ഇവിടെ ഇപ്പോഴും ആക്ച്വലി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആസ് ഐ ഓൾറെഡി ടോൾഡ് യു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വി ആർ ആക്ച്വലി ഗോയിങ് ടു ക്യാപ്ചർ ഓൾ ദി പാക്കറ്റ്സ് അല്ലേ. ഞാനിപ്പം തൽക്കാലം ഇതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഐ ജസ്റ്റ് ഫോർ ദ ടൈം ബീങ് ഐ ഹാവ് ആക്ച്വലി സ്റ്റോപ്പ് ദിസ് പർട്ടിക്കുലർ തിങ്. ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ ഫസ്റ്റ് ഇവിടെ കാണുന്നുണ്ടോ? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കിത് ഫിൽട്ടർ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. മനസ്സിലായോ? ദിസ് ഈസ് എ പ്ലേസ് ഫോർ അപ്ലൈയിങ് എ ഫിൽട്ടർ. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡിൽ തന്നെ 10,000 കണക്കിന് പാക്കറ്റ് ആയിരിക്കും നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ആ 10,000 പാക്കറ്റിൽ നിന്നും എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പാക്കറ്റിനെ എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? വി ഹാവ് ടു അപ്ലൈ എ ഫിൽട്ടർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ആ ഫിൽറ്ററിൻ്റെ പേരാണ് നമുക്ക് ഡിസ്പ്ലേ ഫിൽട്ടർ എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ ആൻഡ് ദിസ് ഈസ് അനദർ വിൻഡോ വേർ യു ക്യാൻ സീ ഓൾ ദി പാക്കറ്റ്സ്. അപ്പോൾ അവിടെ ടൈം സ്റ്റാമ്പ് കാണാം, ഇതിന്റെ സോഴ്സിന്റെ MAC ID കാണാം, ഡെസ്റ്റിനേഷൻ MAC ID കാണാം. Now here you can see the protocol, what is the protocol for each packet, now the length of each packet, ആ ഒരു പർട്ടിക്കുലർ പാക്കറ്റിന്റെ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. Now suppose if I am going to select one particular packet, ആ പാക്കറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ആക്ച്വലി നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? ഈ ഡീറ്റെയിൽഡ് വിൻഡോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ദിസ് ഈസ് കോൾഡ് detailed window. Okay, now this is called the detailed window. അപ്പോൾ ഇവിടെ you can see all the packets. ഈ പറയുന്ന സ്ക്രീനിൽ you are going to see all the packets. ഈ ഒരു പർട്ടിക്കുലർ വിൻഡോയിൽ you are going to see the detail of this particular packet alone. ഞാൻ മുകളിലെ സ്ക്രീനിൽ ഏത് പാക്കറ്റ് ആണോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ പാക്കറ്റിന്റെ ഡീറ്റെയിൽസ് എനിക്ക് ഇവിടുത്തെ വിൻഡോയിൽ കാണാൻ പറ്റും. Now ഇവിടെ I think you have studied IP header. Okay, അതൊരു ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ IP ഹെഡർ, അല്ലെങ്കിൽ വി ക്യാൻ സേ TCP ഹെഡർ. ഓക്കെ, അപ്പം TCP ഹെഡർ യു ക്യാൻ സീ ദിസ് ഈസ് ദി ഡയഗ്രാം ഫോർ TCP ഹെഡർ. ഓക്കെ, സോ ക്യാൻ യു സീ ഹിയർ ദിസ് ഈസ് ദ ഡയഗ്രാം ഫോർ ദി TCP ഹെഡർ. കാണുന്നുണ്ടോ? ഇവിടെ നമുക്ക് സോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു IP അഡ്രസ്സ് വേണം. ഓക്കെ, അതുപോലെ തന്നെ പോർട്ട് നമ്പർ വേണം, പ്രോട്ടോകോൾ നമുക്കറിയണം. അപ്പോൾ ഇവിടെ യു ക്യാൻ സീ ദാറ്റ് ഐ എം ഗോയിങ് ടു സ്പെസിഫൈ ഈ സോഴ്സിന്റെ പോർട്ട് നമ്പർ ഇവിടെ കാണാം, ഡെസ്റ്റിനേഷന്റെ പോർട്ട് നമ്പർ കാണാം. അതേപോലെ തന്നെ പാക്കറ്റ്സ് നമ്മൾ അയക്കുന്ന സമയത്ത് വി ആർ ഗോയിങ് ടു ഈച്ച് പാക്കറ്റിനും ഒരു സീക്വൻസ് നമ്പർ ഉണ്ട്. കാരണം ഞാൻ എൻ്റെ ടാർഗറ്റ് മെഷീനിൽ നിന്നും എൻ്റെ സെൻഡിങ് മെഷീനിലോട്ട് ഞാൻ കുറേ പാക്കറ്റ്സ് അയക്കുകയാണ്. ഈ സെൻഡിങ് മെഷീനിൽ ചെന്നിട്ട് ഈ പാക്കറ്റ്സിന്റെ സീക്വൻസ് നമ്പർ വെച്ചിട്ട് ആ ഡേറ്റനെ എനിക്ക് റീക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് സീക്വൻസ് നമ്പർ. അതേപോലെ തന്നെ അക്നോളജ്മെന്റ് നമ്പർ. ഇനി ഇവിടെ നമ്മുടെ ഈ നെറ്റ്വർക്ക് സ്കാനിങ്ങിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഫ്ലാഗിലാണ്. ഓക്കെ, സോ ദിസ് വി വിൽ സീ ലേറ്റർ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമുക്ക് കുറേ ഇൻഫർമേഷൻ നമ്മുടെ IP ഹെഡറിൻ്റെ അകത്തുണ്ട്.
ആ പറയുന്ന ഇൻഫർമേഷൻ എല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടാം? ഈ പറയുന്ന ഈ ഡീറ്റെയിൽഡ് പെയിനിൽ നിന്ന് നമുക്ക് ആക്ച്വലി കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് ഓരോ ഇൻഫർമേഷൻ്റെ അകത്തും അതിൻ്റെ എന്താണ് നമുക്ക് ഹ്യൂമൻ റീഡബിൾ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആസ്കി ക്യാരക്ടേഴ്സ്, അതേപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ക്യാരക്ടേഴ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടും. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാനിപ്പം നോക്കുന്നത് ഐ എം ഗോയിങ് ടു ലുക്ക് ഫോർ എ പ്രോട്ടോകോൾ, ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എസ് സേ ഫോർ എക്സാമ്പിൾ നമുക്ക് HTTP എന്ന് പറഞ്ഞിട്ട് ഇത് പ്രോട്ടോകോൾ. സോ ക്യാൻ യു സീ ഹിയർ നമ്മുടെ ഈ പാക്കറ്റ് വിൻഡോയിൽ ഇപ്പം എന്താണ് കാണുന്നത്? നമ്മുടെ HTTP ആയിട്ടുള്ള പാക്കറ്റുകൾ മാത്രമേ കാണുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഫിൽറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ആക്ച്വലി apply or you can reduce the number of packets which is actually going to be shown over the window. Okay? അപ്പോൾ നമ്മളിവിടെ ഏറ്റവും വളരെ സിമ്പിളായിട്ട് നമ്മൾ നെറ്റ്വർക്ക് സ്കാനിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ പിങ് സ്കാൻ എന്ന് വെച്ചാൽ. അപ്പോൾ പിങ് സ്കാനിൽ നമുക്ക് റിസൾട്ട് കിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഈ പറയുന്ന സിസ്റ്റം നെറ്റ്വർക്കിൽ ലൈവ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Is that clear? അപ്പൊ നമ്മുടെ ഏറ്റവും ബേസിക് കമാൻഡ് ആണ് പിങ് കമാൻഡ്. പിങ് കമാൻഡ് കൊണ്ട് നമുക്ക് നെറ്റ്വർക്കിലെ മെഷീൻ ലൈവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ഇതിന്റെ IP അഡ്രസ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. ഇനി നമുക്ക് IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റം എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ യു ക്യാൻ നമുക്ക് ഇന്നലെ ഓൾറെഡി പറഞ്ഞാണത് whoisdomaintools.com എന്ന് പറയുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഏത് വെബ്സൈറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം. ഞാനിപ്പം തൽക്കാലം ഞാൻ ഈ വെബ്സൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, whoisdomaintools.com. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ IP അഡ്രസ്സ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിലും www.ucek.in ടൈപ്പ് ചെയ്താലും യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ റിസൾട്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ മെഷീന്റെ കംപ്ലീറ്റ് കുറെ അധികം ഡീറ്റെയിൽസ് നമുക്ക് ഈ സൈറ്റിൽ നിന്നും കിട്ടും. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് കാണാം, IP അഡ്രസ്സ് കാണാം, ആൻഡ് ഓൾസോ യു ക്യാൻ സി ഇത് നമ്മളെ എന്താണ് ഇത് GoDaddy പോലെ ഒരു സാധനമാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ UCK-യുടെ മാത്രമല്ല ഇവിടെ ആക്ച്വലി ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സൈറ്റുകൾ ഈ പറയുന്ന IP അഡ്രസ്സിന്റെ അകത്ത് നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് ഇപ്പൊ നമുക്ക് IP അഡ്രസ്സ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇതിന്റെ അകത്ത് നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് ഈ വെബ്സൈറ്റ്. നമ്മുടെ ucek.in എന്ന് പറയുന്ന വെബ്സൈറ്റ് എന്ത് ടെക്നോളജി, എന്ത് സോഫ്റ്റ്വെയർ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റണം. സോ ദാറ്റ് പർപ്പസ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് ബിൽഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ. ഓക്കെ, ബിൽഡ് വിത്ത്. സോ ഏത് സൈറ്റ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. നമുക്കിവിടെ ഇപ്പം ഞാനിവിടെ ucek.in എന്ന് പറയുന്ന സൈറ്റാണ് ഞാനിവിടെ ഇപ്പം കൊടുക്കാൻ പോകുന്നത്. അപ്പം ബിൽഡ് വിത്ത് എന്ന് പറയുന്ന സാധനം. അപ്പം ഇതെല്ലാം ആക്ച്വലി നമുക്ക് ഈ ഫുഡ് പ്രിന്റിങ്ങിന്റെ കേസിൽ നമുക്ക് പെടുത്താവുന്നതാണ് കേട്ടോ. ഞാനപ്പോൾ അത് കുറച്ചും കൂടി പറഞ്ഞതേ ഉള്ളൂ. സോ ഇവിടെ ഇപ്പം ഞാനിവിടെ UCEK-യുടെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദിസ് പർട്ടിക്കുലർ വെബ്സൈറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ടു ബി ക്രിയേറ്റഡ് യൂസിങ് PHP എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ടാണ് UCK-യുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, jQuery യൂസ് ചെയ്തിട്ടുണ്ട്. Camera/Pro ഈസ് ഓൾസോ അവൈലബിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള SSL സർട്ടിഫിക്കറ്റ് അതാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആക്ച്വലി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് വെബ്സൈറ്റ് ഈസ് ആക്ച്വലി കോൾഡ് എസ് buildwith.com എന്ന് പറയുന്ന സൈറ്റാണ്. ഓക്കെ,
അപ്പം ബേസിക്കലി നമുക്ക് അതിന്റെ ഒന്നുകിൽ അതിന്റെ URL അറിയാം, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ IP അഡ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നമുക്ക് കിട്ടും. Okay. And again, one more another important information which is there, and that is called as Apache. കാണുന്നുണ്ടോ? Another important information is actually the web server that is actually running in this particular thing. അപ്പോൾ Apache 2.2 Apache വെബ് സെർവർ ആണ് ആക്ച്വലി ഇവിടെ ഇതിൻ്റെ അകത്ത് ഓടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഓടിക്കുന്ന SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം ഓപ്പൺ SSL സർട്ടിഫിക്കറ്റ് ആണ്, വിച്ച് ഈസ് അവൈലബിൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻ ആക്ച്വലി നമുക്ക് ഈ പറയുന്ന സൈറ്റിൽ നിന്നും നമുക്ക് ആക്ച്വലി കിട്ടും. ഓക്കെ, നൗ ഇനി സപ്പോസ് so I'm actually going to come to Kali Linux. Okay, is it clear to you now? Okay, ഞാനിവിടെ നിന്നുകൊണ്ടും ആക്ച്വലി ഞാനിവിടെ ഒരു പിങ് കമാൻഡ് ടൈപ്പ് ചെയ്യാൻ പോവാണ്. 70 dot IP address. The IP address is 70.32.23.35 അല്ലേ? Okay, so I'm going to execute this particular ping command. അപ്പോൾ you can see that it is നമ്മുടെ ലൈനക്സിലും വിൻഡോസിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ you can see that ഇതിവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ Ctrl+C എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുന്നിടം വരെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. Ctrl+C ടൈപ്പ് ചെയ്യാൻ ഇറ്റ് വിൽ ആക്ച്വലി ബ്രേക്ക്. ഇനി അതേപോലെ തന്നെയാണ് ഇത് ഈ പറയുന്ന പിങ് കമാൻഡിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കിത് TTL വാല്യൂ ഉണ്ട്, കാണുന്നുണ്ട് ഇവിടെ TTL എന്ന് വെച്ചാൽ എന്താണത്? ടൈം ടു ലീവ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, ടൈം ടു ലീവ്. ഓക്കെ, നമ്മുടെ പിങ് കമാൻഡിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ് TTL. TTL എന്ന് വെച്ചാൽ എന്താണ്? ടൈം ടു ലീവ്, ടൈം ടു ലീവ്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ ഇതിന്റെ വന്നിട്ട് 44 മില്ലി സെക്കൻഡ്സ് ആണ്. 44 മില്ലി സെക്കൻഡ്സ് ആണ് ആക്ച്വലി ഇതിന്റെ ഈ ടൈം ടു ലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാക്കറ്റിനും എന്താണ് അതിന്റെ മീനിങ്? ഓ, ഐ സി. Okay, so adana so I have actually asked in this beginning of the session. Okay, no problem sir, we will have it in the English. Okay, yeah, you can use ping-t also for continuous result. Yes, so from this particular thing, the time to leave in what we see is the time to leave is actually 44. So what I can understand from this is the server in which your website, that means where this particular ucek.in website is hosted, that is actually basically hosted in Linux. Okay, so if it is a Linux operating system, what does that mean? The value is always less than 50. Okay, here time to leave value, if it is always less than 50, what does that mean? That particular website is hosted in Linux platform. Okay, and now suppose if it is more than that, then what I can understand, you can see that it is in Windows platform. Namakippa say, if for example, if I'm going to have a TTL value of 128, that means what? The web server is in Windows platform. So if basically you can look at the ping command for finding out what is the web server in which this particular website is actually hosted. Okay, now either like this is a basic command line tool. I can also make use of another tool. I'm just going to like Ankry IP scanner. Okay, so there is a tool is there that is called as Ankry IP scanner. Okay, so I would suggest you can also go and download this particular tool. Okay, you can see that it is installable in Windows operating system. You can download this, as well as it is also available in Linux and as well as Mac OS, where the basic you just provide the IP address, you get all the details of the ping command. So basically I don't want to remember any commands. You can just type the IP address, it is automatically, and then click on go. What happens is this tool is actually going to provide the details of that particular system.
So this is one tool which I would say like you can try it out. Okay. Now suppose if I don't understand the IP address. Now say for example, I can make use of say ping-t, say I'm going to say 8.8.8. Okay. Now you can see that it is going to continuously execute forever. Okay. I don't have a number. Similarly, in Linux, what I can do is you can actually specify a count also. So what I can do is I can say ping -c 5, say 8.8.8. So you can see that it is going to send 5 packets. Okay, basically what is going to happen in a ping command is what happens is you are going to send a request. Okay, I'm going to send a request. This is my request. Okay, this is my request, and on return what happens is you get a result back. Okay, and that is called as response. So if I'm going to send 5 request packets, you should send me back 5 response. Okay, if I'm going to send 5 requests back, I have to get 5 response back. Now you can see that how many packets are being sent. I'm going to send 7 packets. That is the request which I'm going to send. Now how many packets you have received? You have received 7 packets. Okay, like what is very important is you should remember the syntax of the command, isn't it? You have to remember what are the various options of ping command. You should know the syntax of the ping command. Okay, so if I don't want to study all the syntax and all, what you can do is you can actually use a graphical tool. Okay, you can make use of a graphical tool. So Angry IP Scanner is what? Angry IP Scanner is a graphical tool. Angry IP Scanner is a graphical tool. Is that clear? It is used for scanning different systems. Now again, now as I already told you, okay, I hope the screen is visible to you. Is it visible to you? Yes. Okay, yeah. Now what I am going to do is I am actually going to say no, before that let me tell you about the flags. Okay, now I told you that in the TCP header we are going to make use of some flags. Okay, now the entire TCP communication is actually based on how we are actually going to work with these particular flags. So there are some flags are there. I'm just typing it down. All the flags. There are 6 flags are there actually. The first one is actually called as synchronous flag. And what is the purpose of this flag? It is used for starting a connection, or it is used for synchronizing the sequence numbers. Then the second flag is called the acknowledgement flag. Now when I'm going to start the entire communication, you are going to make use of a finish flag. And then we have another flag that is called as push. Push means if I want to send a packet very immediately, urgent, right? If I want to send, you can actually push it off. And similarly, you can also have a very similar packet, a flag that is called as urgent. And then we have another flag that is called as reset. So please remember, if I want to understand network scanning, you have to study these particular flags in detail. Okay, there are different ways of network scanning is there based on the way in which these particular flags are going to behave. Okay, so basically the entire TCP 3-way handshaking nammal parayum. Okay, the 3-way handshaking. Okay, what is in by the 3-way handshaking? So that is called as TCP 3-way handshake. Okay, so what is in by 3-way handshake? So when I'm going to take a browser, and you are going to type say manojamaonline.com,
Okay, so I'm going to access this particular website, and you can see after say maybe 1 or 2 seconds you are actually going to now I see RST stand for reset. Now should I repeat this once again? Now I will tell you once again what is the purpose of flags. Okay, so flags are something that is actually used for network scanning. Okay, if I want to identify the various state of a TCP connection, so please remember that the entire network internet is actually based on TCP connection. Okay, that is the backbone of internet. So how do I find out the state of my connection? So if I want to find out the state of my connection, okay, we are going to make use of flags. Or what I can say is say flags are used to signal, okay, various state of a TCP connection. Okay, so have you understood this? What is the purpose of flags? Flags are used to signal various state of a TCP connection. Now what are the flags? We are having the synchronous flag, we are having the acknowledgement flag, we are going to have the finish, we are going to have a push flag, we are going to have the urgent flag and the reset flag. So we will see. So based on these particular flags, we are going to explain the details of a three-way handshaking. Now, hope it is clear. Okay. Yes. Yeah. Okay. Now, say let's see two systems are going to be there. Okay. Now I'm going to say that okay, this is, so let's say this is host. This is host A, and this is going to have an IP address. I'm just giving a sample IP address 10.1.1.10. Okay, this is one system. And say assume that this is your computer. You are sitting in home. This is your computer. And on the other side, I am going to have my Google server is there. Okay. This is my Google server. So let's name it as host B. And I'm going to give an IP address. Say now I hope you know what is this IP address. Can anyone tell what is this IP address? 8.8.8.8. Google DNS. Yeah, that is a global Google DNS server. Now if I use now what is the purpose of DNS? It is used for mapping the IP address to mapping the URL to an IP address and back. That is the purpose of DNS machines. And if I don't have enough money, and in my organization I cannot afford for buying a DNS for making a DNS server, then what I can do is you can take the help of this particular DNS server that is provided by Google. Okay. Global purpose. This is a global DNS server. Okay, anybody can actually use this particular DNS server. This particular DNS IP you can use, anybody can use. Have you understood what is the purpose of DNS? Yes. When I'm going to type, say, I'm going to type ucek.in. This request is actually being forwarded to the nearest DNS machine. Okay. Now what is going to happen inside that DNS machine? This UCEK, this URL has to be mapped. This URL has to be mapped to an IP address. Okay, is that clear? So that is the purpose of DNS machine. Okay. Now, similarly, when I was checking this particular that who is okay, so I hope that DNS is clear. Okay, so let's come back. So what I was telling is we are talking about the three-way handshaking. So what happens is okay, so the first step that is actually going to take place is this is actually going to send a request, okay, from host A to the host B. Okay, so what is actually it is going to send? It is actually going to send a flag with SYN. This particular flag is going to be set. Okay, that means what? I am going to send a packet with SYN flag set.
Have you understood? Okay, that is the first step. Yeah. Now in the second step, when host B is going to receive this particular SYN flag, what it is actually going to do is it is actually going to send back what it is going to send back. It is actually going to send back something that is called as a SYN. It is also going to send a packet, and inside that packet these two flags are going to be set. That means what? The host B is going to send an acknowledgement signal to the host A. So please remember, I am trying to communicate from host A to host B. So in first packet, before you see all the things on the browser, okay? So I am trying to access ucek.in in the browser. Before you see any data, what happens behind the screen? Host A is going to send a SYN packet to host B, and then host B, in response to that SYN packet it has received, it is going to send back a SYN and an acknowledgement back. Okay? And now what happens? In the next phase, in the next thing, that is the host A is actually going to send a TCP flag that is called as acknowledgement, ACK. Is that clear? So this is actually called as the three-way handshaking. So before you start any internet communication, this TCP three-way handshaking has to be completed successfully. Okay, so in short, we actually normally people call it as a SYN, SYNAC, and ACK. So this is the short form. So please remember that this is very important. Okay, now how do we do the network scanning? We are going to make use of different, as I already told you, there are different type of network scanning. Okay, so we are actually going to do the network scanning with the help of these particular flags. Is that clear? Yes. Should I want to repeat it once again? Yes, sir. Yeah. Should I repeat? Yes. You want me to repeat this once again? Okay. Now I am trying to access a website. Okay. So I am going to trying to access indiannavy.nic.in. I am trying to access this website. So can you see? Do you get the data now? You can see down. It is waiting for the data, isn't it? Okay. After some time, you get the images. You get the data from that particular website. So I am telling that before and also. Hello, sir. Can you please mute your mic, sir? Hello. I request the participants to please mute your mic. Requesting all participants to mute your mic. Who is that speaking? Hello. Hello. Can you please tell me who is the actual person who is talking? Anybody can tell who is that? I am also searching here. I think Ashkar is not muted. What is the name, Mike. sir? Ashkar. Okay. Can you Now he is can you He's please tell muted me the He is now switch off his mic. Now his mic is switched off, sir. Okay, fine. Okay. Yeah, okay, no problem. Okay, now what happens is, okay, so I will just tell you once again. Say for example, I am going to
where is it? Okay. So before you start getting any data from the network, from the website, I have to establish, and as you know that TCP, like basically you are having the two different type of protocols are there. One is called as the TCP, and it is, you can see that it is a connection oriented protocol. Okay, connection oriented protocol. Okay, now what is meant by connection oriented protocol? First you want to establish a connection, then only you can start transmitting the data. On the other hand, if it is an UDP, it is a connectionless protocol. Okay, connectionless protocol. Okay, so but and you can see like YouTube videos and all, it is actually using UDP protocol, but other things it is actually going to use the TCP protocol. Okay, now so since we are actually using TCP, what we have to do, we have to establish this TCP three-way handshaking signal. Now what is three-way handshaking? From the host to the target, you have to send a SYN packet. On receiving the SYN packet, host B is going to send a SYN and acknowledgement back. And then this host A is going to send an acknowledgement back. So when I am going to receive all the three things together, that means this connection is established. Then only you can actually start transmitting the actual data. Is that clear? Okay. So what I am going to do is, for doing this particular network scanning, I am actually going to make use of these particular flags. Okay, we are going to see various different type of network scanning, and where I am actually going to send, where I am going to make use of these particular flags. So hope you understood this. So these are the flags which I am going to use. Okay, now the basic command which I am going to use for network scanning is called as nmap, network mapper. This is a basic command that is actually going to be used, and this command is already available in Kali Linux. Okay, so this is a basic thing which we are going to do. Please remember, first I have already told you that we are going to see the ping command. I already told you that it can be used for finding out whether the system is live or not. Okay, and also you get the IP address of that particular system. All these things you get. And the next one is actually I'm going to make use of a command that is called as nmap command. So for getting the help of this particular nmap command, you can make use of nmap space hyphen help. Okay, so I'll just type it on the on the chat box. Now what is that command? Nmap hyphen help. So please remember that this is as you know, in Linux, it is case sensitive. Okay, so I'm going to make use of nmap hyphen help. So when I enter, you can see that it is going to show me the help page of this particular command. Okay, so please remember that if you want to become a good ethical hacker, you have to have 100% knowledge in Linux platforms, Linux operating systems. You should know whether it is in Kali or whether it is in ParrotOS or whether it is in Security Onion, any kind of Linux operating system. You should have thorough knowledge of Linux operating system. Okay, without which you can't study ethical hacking. So there are actually two prerequisites. One is you should have thorough knowledge in Linux, and the second one is you should have thorough knowledge in networking. So these are the prerequisites if I want to study the ethical hacking. Okay, now suppose if I want to come out, I am going to press Q. Okay, so that you can actually come out of this particular, this one. Okay. And again, if I want to clear the screen, there is another command that is called as clear, which is going to clear off this particular screen. Okay. Now what I am going to do is, the first, as I already told you, there are different ways in which you can actually work on, this particular network scanning. The first one is actually, which we are actually going to see, that is called as a network scanning. Network scanning. The first one is called as TCP connect scan. This is the first type of scan which I am trying to tell you. Okay, by using a command that is called as nmap command. So what is the full form of nmap? Network mapper.
So let me show you this particular nmap command. So say nmap, and again you can see this nmap is also having lot of options are there. Without any options also I can execute this particular nmap command. So what I will try to do is I will try the UCK website itself, 32.23.35. I think it is the correct IP address, and I am going to press enter. Okay, so you can see here this particular command is going to get executed. That means it is trying to send some packet. Okay, it is trying to send some packet to that target machine. Who is the target machine? Where the UCK website is running. I am going to send some target machine onto that website, and it is actually going to, and again you can see that within 12.47 seconds it has given me some seconds. It has given me some result. I already told you that there are different port are associated. Okay, so please remember, I already told you that there are different port numbers are there. So what are the three basic things which you require? I require an IP address, I require a port number, and I require a protocol. Okay, protocol. So these three things together, it is called as what? It is called as a tuple. Okay, so please remember that each port number is associated with a service. Okay, so here I am going to use a term that is called as service. Okay, now there are various number of services are available. So I am going to say SMTP. This is Simple Mail Transfer Protocol. It's a mail service that is running in which port number? In port number 25. This is NTP. It is another service, Network Time Protocol. This is also a service which is running in port number 123. Now MySQL is a database. This is also a service which is running in 3306. Likewise, say FTP, it is also a service which is running in port number 21. Okay, like which, and also and I think all of you know STTP, it is using port number 80, and also HTTPS, it is using 443. So you can see that there are n number of services n number of port numbers are there, and also each port is associated with a service. So please remember this point. So when I am going to execute this nmap command here, you can see that some of the ports are open here. Can you see here? It is using MySQL. I told you that MySQL port is actually using 3306. That port is open. You can see PostgreSQL is also open, which is actually going to make use of 5432. So please remember that if these ports are actually not protected by a security mechanism like firewall or intrusion detection systems, then there are high chance that your systems are going to get affected. Okay, so I will show you a real demo later on in the session. I will show you a demo if it is I have a operating system which is not protected. So I will show with the help of Kali how you can actually attack this particular victim or the unprotected operating system. Is that clear? So please remember that what is the purpose of nmap command? It is actually going to show me. This is not the only thing which is actually going to show. Nmap is going to show. Please see that I have executed a command without any options. See this. Nmap, I have given the IP address. Okay. I have given nmap and the IP address of UCK. So that is what within 12 seconds it has given me this particular result. Hope this is clear to you. Okay. Now, now you have this particular IP address. Now, for example, like as you know that the IP address is a range, isn't it? So I was actually using the port, UCK port number is 70.30.23.35. This is the IP address of UCK. Okay, this is one of the IP address. Now, in this range of IP address, what I can have, say 70.32.23.0 to 70.32.23.255. This is the range of IP address which is available, and we can see that this is one IP address in this range, isn't it? This is my entire range. This is one of the IP address in this range. Now I want to check
in this, I want to check the entire range of IP address. Okay, how many machines are live? Okay, I want to find it out. So in ping command, actually there is no such command is there for finding out the entire range. So, but nmap is actually going to have. Now, I would also recommend you may please visit this site nmap.org. Okay, if and this tool is also available in Windows operating system also. So please visit this particular site also. So if I want to download this particular tool and try this out, you can actually go to this site and try it out. Download the tool and you can try it out. Okay. Now, what I want to do is I want to find out all the machines. I told you that this is my range of IP address, isn't it? This is my range of IP address, and within this particular range, I want to find out all the systems. So for that, actually, I'm going to use nmap-s and capital P. So please remember these options are very important. Options are having different, options are having a different meaning are there. I'm going to specify 70.32.23. Say I'm going to specify 0, and you are going to specify this subnet mask. So I don't have enough time to explain what is subnet mask. Like every IP address is going to have a network part and host part. So if I want, I can actually create a network of network with the help of subnets. Okay. So I'm going to execute this particular command. So what it is going to do is it is trying to check each and every IP address. So as I already told you that this is a range of IP address which I'm going to have. Okay, this is a range, the complete range of IP address which is there. I want to check the entire range. Now can you see that within this particular range, how many machines are up? Can you see here? There are 256 hosts are up. And you are able to see each and every IP address that is actually running. Okay, now can you see here? Almost all the IP address are actually all the systems which is going to have the IP address in this range is actually in the up condition, up state. Okay, so this is how we are going to execute. So please remember that I have actually given a separate command here. I have given a special command that is nmap-s and p for this. Is that clear? Okay. Yes. Okay. Now, what I am going to do next is I want to find out. So what we were talking is we were talking about the TCP connect scan. Okay. So let me do that. So as I already told you, there are different ways for doing this TCP connect scan. And also, so while doing that nmap scan, the basic nmap scan, you find that some of the ports are open. I think you already has noticed. Some of the ports are open, some of the ports are closed. That means, say port number 21 is open, port number 81 is open. Why? Because HTTP service is running on the system. Port number 3306 is open. Why? Because we are actually going to use the MySQL database. So some of the ports are open and some of the ports are closed. Okay. So how the TCP flags are going to behave, okay, during this particular TCP connect scan, that is what we are going to see. So there are two scenarios are there. One is when the port is open. Okay. One scenario is when the port is open, and the another scenario is you are going to see port is closed. Okay. So these are the only two scenarios are there. Now first we will see the port open scenario. Okay. Now in the port open scenario, we have the, say this is the source. Let's say this is the source system. Source. And then we have the destination is there. Let's see, this is the destination. This is my destination. Okay, DST. And I'm going to send some packets.
this direction. I'm going to get. Now, can anybody tell what I'm going to send? What is the flag which I'm going to send in the first packet from the source to destination? Can anybody tell? Yeah, that is a SYN flag. So I'm going to have the SYN flag. Now what I will get in return? What I will get in return here? SYN and ACK flag. Yeah, SYN and ACK flag. Okay. Now what is expected? The source is I'm going to send a acknowledgement back. But when I'm going to make use of this particular TCP connect scan, what I will do is, you are actually going to send, instead of sending an acknowledgement packet alone, what I will do is, okay, what I will do is, I'm going to send an acknowledgement as well as a reset packet. Okay, acknowledgement and reset packet. Now I send a SYN packet, you get a SYN and acknowledgement back. Now what does that mean actually? In this case, the port is open. That is the meaning of it. Okay. Now suppose I'm going to do the exact same thing. Okay. I'm going to send a SYN and this one. Okay. I'm going to get a reset signal. I send a SYN packet. Okay. And instead of getting the SYN and ACK back, what I get is, you get a reset signal back. Okay. So what does that mean? It is called as port is closed. Okay. Is that clear, this one? So by receiving this particular return signal, I can understand whether this particular port is open or not. So if I get this particular SYN and acknowledgement flag, okay, if I get this SYN and acknowledgement flag, that means port is open. If I get a reset signal back, that means port is closed. Okay. So what is this type of scan called? This is called as TCP connect scan. That means you are actually establishing the full connection here, isn't it? I send a SYN, you get a SYN ACK back, and I'm going to send a SYN ACK back to the destination along with a reset signal. Okay. So this is called as, either it is called as a TCP connect scan, or else it is also called as the full scan. Okay, the full scan. This one. Okay. So like this, you may see that there are different type of scans are there. Okay, based on these flags, please remember that there are different type of scans are there. We have just seen one of the scan, that is called as TCP connect scan. Okay. Now how do I do it? Okay, how do I do it by using the nmap command? So that is what we are going to see next. Hope you understood this particular concept called a TCP connect scan. Okay. Now let's do it by using the nmap command. Now I'm going to use nmap -s. I'm going to use a option called as capital T. What is capital T stand for? It is called as TCP connect scan. So what this nmap command is going to do? It has received that particular option called as the scan. What is the type of scan? It is TCP connect scan, which I am going to use. So what will happen? It is trying to send those packets based on this particular options which is actually going to be given. So here what I will do is, I am going to specify say 70.32.23.35. Okay, so here you can see that instead of sending the normal nmap, say, please remember that nmap is a very traffic
it is going to create more traffic. Now please see that in the destination, in the target system which I am trying to do this particular scan, if it is going to have some intrusion detection system, that IDS or IPS mechanisms are already installed, then what will happen is this particular IP address from where I am actually going to give the scan, this may actually get blocked. Okay, so why? Because it's a noisy scan mechanism. TCP, Nmap, all the Nmap are actually a noisy scan techniques which is actually there. So here also you can see that we are going to get the result. Okay, now we can see that now it is 916 filtered ports are there and 70 closed ports are also there. And also please see that it is going to show me the open ports only. It is not going to show me the closed ports. Okay, now suppose if I want to scan now say by using Nmap, I already told you that you are able to find out the operating system also. What is the operating system which is there running? And I already told you that with the help of the ping command, I already found that this particular UCK website is hosted in a Linux server. How do I know that? Actually with the help of the TTL time, the time to leave parameter. I have already known that it is 44. It is less than 50 or 60. That means the server is on Linux platform. Now let's make it by using the nmap command. Okay, for finding out the operating system, there is an option is there called as capital O. Nmap -capital O you can use, and you are able to find out. It will take some time. Please see that. Please remember that it is as I already told you that it is it's a noisy scan that is going to take place. Is going to take place by using when I am going to use the nmap. And again I am actually going to find out. I am going to provide the IP address. So IP address of the UCK website 23.35. Okay. And you need to wait for some time. It will take some time, but the end result what I am going to get is it is going to tell me what type of operating system is actually running on that particular server, whether it is a Windows server or whether it is a Linux server. I already told you that by using that ping command we are able to find it out. But by using this particular command, I'm just going to confirm whether it is actually running in Linux or not. Okay. Okay. Okay, OS fingerprint is not idle because it didn't receive UDP resole. Okay. Now what I will do is I will try some other options. If I want, I can just check. I already told you that it is very difficult to scan. Why? Because all these servers are behind the firewall. Okay, so it is very difficult to get the details. Okay, so I will use a verbose command. Let me actually get more information from here and then -capital A. Let's do this. Okay. So what is the command which I have given here? I will just type it in the chat box. Nmap -v -a and then followed by the IP address. It is 70.32.23.35. This is the command which is going to be used. So it will take some time away because I just want to scan the entire thing, and also it is going to show, V stand for verbose. It is going to show me all the verbose messages. Verbose means messages. Okay. And you can see here it is trying multiple times. Try one, you can see here. And also you can see when I modified the options, you can see that a Nmap scripting engine, NSC, a scripting engine has been started. Can you see here NSC? That stands for Nmap scripting engine. So please see that there are a lot of scripts are available. If you visit that nmap.org website, there are so many script are available.
So each of these scripts, if I want, I can actually start executing these particular scripts. So that is why Nmap is a very powerful tool to the hacking community. Okay. So you can see it is going to give all the digital certificates and all. It's also giving that place where it has been registered. Okay, now can you see here? Can you see the operating system? Can you see here? I hope it is visible to you. When I am going to execute nmap-v-a and then the IP address, you can see that it is going to do a stealth scan and it is going to show me what is the operating system which is running on this particular server. Okay, so this is the operating system which is running on the server. It is a Linux server, of course. 85% we can see that Nmap is going to say that it is running in Linux, and also it is going to show me the version of the Linux kernel also. Okay, and there are many other websites are there where you are able to find out all these vulnerabilities, and I can try attacking that particular vulnerabilities. Okay, now I told you that there are some scripts there. Hope you remember that. Is this clear, everybody? Can you please say yes or no? Should I repeat this? Okay. Okay. Now, one more thing which I will just execute in this particular by using the nmap is nmap is a command. Then I am going to say that I am going to use a script. Okay, hyphen script, and I want to execute. As I already told you, there are so many vulnerable scripts are already there. Okay, so I just want to execute a script. Among the many script that is available with the nmap engine, I'm going to execute a script that is called as vuln, F-V-U-L-N. I'm going to execute a vulnerable script, and I'm going to specify 70.32.23.35. Okay, this is again going to take some time, and what this is actually going to do is, okay, I will just type it in the chat box again. Nmap hyphen script vuln, and then followed by the IP address 32.23.35. Now what this is actually going to do is it is going to execute this vulnerable script, and it is going to find out all the vulnerabilities that is available on that particular IP address. Okay, this is what is going to happen. Is that clear? Now it will take some time. Okay, so for the time being, let me show you something else that is called as CVS. CVE, CVS vulnerability. So this is one website which is actually going to show you cvsdetails.com, which is actually going to show you all the latest vulnerabilities that is available on the internet. cvedetails.com. I'm going to paste it on the chat. So we can even say that it can actually find out vulnerability based on products. Okay, it can find out vulnerability based on date, and also please see that there is a CVSS score is there. So 9 to 10 is most vulnerable. So when I'm going to use, say for example, I'm going to search here for, say I have used we have found that UCK website is using Apache web server. So let me find out what are the vulnerabilities that is available or associated with Apache web server. Okay, let's look at on product, and I click on Apache. Now we can see there are no entries are there. Okay, fine.
Apache HTTP server, it is having 3 vulnerabilities are available. Okay, in 2009, 2010 and 2014. So I'm going to say 2014. You can see that this is one vulnerability which is available in Apache web server. What is the CVSS score? 5.0. So what hackers can do is, hackers can find out the vulnerability of the Apache web server. Okay, and also can you see the version details here? What is the version that is actually going to have this vulnerability? All these Apache versions starting from 2.4 onwards, you can see that it is having this particular vulnerability. Okay, now what is this actually? This vulnerability is actually, this is a bypass vulnerability. Okay, vulnerability type, this is a denial of service vulnerability. Can you see here? Vulnerability type, this is a denial of service. It's a DOS attack. That means if you are hosting the website by using Apache 2.4 version of the web server, that means what? This website is actually can be targeted with a DOS attack. Okay, that means you can actually bring down this particular website with the help of denial of service attack. Okay, so this is very wonderful website where you can actually get okay, still it is running. Okay, where you can actually get all the vulnerability details. So please have a look at this particular website. Okay, now we were talking about the TCP connect scan. I have explained what is the option for that. Now similarly, there is called as half open scan. Okay, this is another scan that is there. Now Christmas scan is another scan which we can actually perform by using that Nmap. Now we are going to have the fin scan, null scan. Okay, but you can see that I'm going to use all these things with the help of the various by modifying the options. Okay, if it is a half open scan or if it is a Christmas scan, instead of P, what I'm going to do is I'm going to make use of X. Okay, so I just keep on modifying the options. You can actually have different type of scan. TCP connect scan, which you already seen during the demo, half open scan, Christmas scan, fin scan, null scan, and also there are some advanced scanning mechanisms are also there, like inverse TCP flag scan or acknowledgement flag scan, etc., etc. Okay, so these are the various tools that is available for scanning purpose. Okay, now still it is working. Okay, let it work. It will take some time. Maybe it will take some more minutes also. So we'll wait for some time here. Now, what I was telling is, now let's look at how we can actually do like network scanning countermeasures. How we can actually protect our systems from this network scanning. Okay, so that is called the network scanning countermeasures. Now what I can do is the first mechanism is, as I already told you in the previous minutes also, we have to use a stateful firewall. I told you that you have to use an intelligent firewall. So what this firewall is going to do, when I going to get a packet, the packet is going to be analyzed by the firewall, and firewall will automatically check what is this particular packet, whether it is a packet that is related to any of the scans which we have discussed before, whether it is a full connect scan, whether this packet is coming from a Christmas scan, whether this packet is coming from a null scan. The firewall is intelligent. So what happens is that particular packet will be dropped from that particular firewall. It will never enter into my network. So that is the reason why we are actually using firewall. I hope you know that in Windows machine also, like please ensure that your firewall is definitely on. The Windows Defender firewall should always be on. Okay, never switch it off. If you are going to switch it off, then problems can occur in your system. So the first mechanism for countermeasure is the usage of stateful firewall, so intelligent firewalls. The second is we have to use IDS or IPS. What is IDS? Intrusion detection
intrusion detection system, or what is IPS, intrusion prevention system, and they are going to provide lot of signatures are going to be provided. So I can actually update. You just keep on updating the IDS and IPS signatures so that they can detect, okay, signatures, so that network scanning will be detected. Okay, so that is the second way of protecting for this particular thing. Okay, now the third is, now you can see that you are going to filter ICMP. Now most of the time you can see that. Now I will show you another example, an IP address that is belonging to CDAC. I'm going to use a ping command here, 210 212 236 say .3. Now can you see here, you don't get the output of a ping command. Can you see here, it is showing request timeout. Why? Because the ICMP packet, I told you that ping packet is going to throw the is going to make use of ICMP packet. ICMP, Internet Control Message Protocol. It's a ICMP packet. So you can see that ICMP packet is actually going to be filtered from the from the firewall. But can you see here, if I'm going to use, say, the previous command which I used, actually, say ping UCK, you can see that you are actually going to get the result back. Now I'm not getting. Okay, I'm not sure why. Maybe I'm trying to use the Nmap here. I'm trying to execute a script on this particular IP address. Okay, no, that may be one reason why it is not giving the ping command. Okay, so as you already know that. Okay, now it has given me the result. Let me try it once again here. It is still blocked. Okay, now can you see this? So it is actually going to show me so many. Can you see this vulnerability? See, CVE 2010434 SMTP server is not XM. Can you see that it is not vulnerable? So similarly, it is actually going to check each and every vulnerable script that is available in that particular thing, in that particular script, and it is actually going to give me the result. So that is the advantage of Nmap script engines. Okay. So coming back, so we have to filter this ICMP packet. Similarly, we can also employ host intrusion prevention system, HIPS. Okay, so that it will monitor and detect scanning machines. Okay, scanning machines. So these are the various ways in which you can actually protect protect the system from network scanning. Okay, hope this is clear. Okay, is there any doubts? Yeah, is there any doubts, or shall we continue? Sir. Yes, Shine. Yeah, okay, continue. Okay, thank you. Now, okay. Now, similarly, there are different ways in which you can also enumeration. Also, enumeration means you have to find out. Like I told you that, what are the various ports which is there. Okay, I already shown you what are the ports. By using the simple nmap command itself, I have shown you that what are the various ports that is open to all. So when I see that port number 21 is open, that means what service is running? FTP is running. When I say 3306 is running, what does that mean? MySQL is running. So this is called as enumeration. Okay. Now similarly, Microsoft itself, for enumeration of Windows operating system, Microsoft itself is actually using is providing so many tools. Okay, one such tool, say for example, sysinternals. Sysinternals.
It is a tool. It is a tool set. Okay, from Microsoft. I'm just posting it on the comment on the chat box. So this is a and you can see that it was a project that is coming from Microsoft. It was actually within the Microsoft. Now it has been released publicly. It is available now. It is in the public domain. So where I can actually find out what are the various process that is running, what are the various files which is open, how many people are actually has logged on to that particular system, what are the user IDs which is available, what are the various logs. So many things we can actually get. We can actually enumeration of users by using this particular command. Similarly, in Linux also there is another command for enumeration that is called as finger. Okay, this is another command in Linux for enumeration that is called as finger. So let me show you something here. Okay, I will say finger. At the rate, I will provide an IP address which is available in my network itself, 192.168.225.60. Okay, connection refused. Okay. Let me try the localhost itself. At the rate 127. Okay, I think there is some issues are there. Okay, but anyhow, this is one command which is available that is called a finger, man finger, user information lookup program. You can actually find out the user details over here. Now again, please see that this is the manual page. How to find out the manual page? Man space finger, manual of finger. Manual page of finger. Let me go through this. Okay. Now, can you see here? I'm going to make use of an option called as -s, finger -s. So here you can see that who has logged on to this particular system. So if I am going to have a remote connection, I can execute this particular finger command and you are going to enumerate the user in Linux operating system also. So like that, you are having many different tools are available for enumeration purpose. You can enumerate for the default passwords. You can enumerate for the different users. Even enumerate for the DNS machines. Like that, there are different type of enumeration also. Okay, now let's actually show you. Now let me show you my email. Okay. So can you see here? I have got a mail from Narendra Modi. Can you see? Everybody is seeing? I got one mail from Narendra Modi. Okay, and it is saying, I'm going to open it, and can you see the email ID from which this particular mail has originated? Modi@gov.in. The Prime Minister of India has sent a mail to me that asking for please meet me in my office on 15th August of 15th August. Okay. Now, do you think that Modi is going to mail me? Anybody? Can you please put your answer in the chat box? Do you think Narendra Modi is going to mail me this mail? Yeah? No? Yeah. Nobody is going to mail me for. But you can see that there are different, like as part of network, I'm actually taking this session. So there are different fake email websites are there. So this is one website. Okay, there are many are there. But this is one website. I have actually copied it on the chat box where you can actually send the email. Okay, so I have actually sent it. Now, how do I identify that this mail has been sent from where it has been sent? So I am going to show you.
every email is actually going to have an email header. Okay, so this is actually taken as part of network. Okay, now you can see that you are going to receive many spam mails. You are going to receive daily. You are going to get received. So what I can do is you can actually find out from where this particular mail has originated. So before that, let me show you a legitimate mail. Okay, so I received a mail from Ola. Okay, so let me do this. So you can actually go and click on the 3 vertical dots where you will be able to find out the email header. Okay, I'm going to click on, and where you can see that show original. Okay, you have to click on that 3 vertical dots, and where you will be able to find out where you are actually going to click on the show original. So when I'm going to click here, you can see that a new pop-up window is going to come, and the entire email is going to be copied over here. So within this button click, that is copy to clipboard, I can copy this entire email header. Okay, and then I can actually go to some email forensics websites are there. So I'm actually going to a cyberforensics.in website, which is the cyber forensics website of CDAC. On this, I am having on the right side, you are going to have an option called as email tracer. Okay, so I click on that email tracer and I paste Control V. You are going to paste that email header onto that text box, and I click on start tracing. So what happens is this is actually going to start sending, or it is going to find out from where this particular mail has originated. Okay, so you can see that it has been originated from this particular place. Okay, maybe that Ola Cab server is located in that portion of US, Seattle, and it is going to show me the various ways in which it has traveled and it has reached the destination. Okay, so similarly, when I'm going to look at the mail which I have received from Mr. Narendra Modi, and if I'm going to look at the show original part here, you can see that on the header part, you will be able to see that this mail is not being transmitted or is not mailed from Sri Narendra Modi. Instead, it is actually going to be transmitted by some other domain. So from where I will be able to find out that particular piece of information. Okay, so let me see that. Now can you see here from where this particular email has been originated? Can you see here? emkei.cz. This is a place from where this particular IP has been generated. Okay, now what is the IP address? This is 93.99.104.210. This is the IP address of this particular website, and there are many websites are there by which you can actually check the quality of the IP score. Okay, like you can see that there are many IPs are there which is actually going to block, which is actually blocked in the firewall. Okay, so this is one website, IP quality score, which is actually going to show me what is the quality of this particular IP. Okay, so I'm going to paste that particular IP address 93.99, and can you see the result is this particular IP address is a suspicious IP address. Can you see here? This is an IP address that is a suspicious IP address. So whatever packets that is going to come from this particular IP address, if I want, what I can do is I can actually block it in the firewall itself. Okay. Now let's look at the IP address of UCK also. The IP address was actually what was it? 70.32.23.35. Let's look at the IP quality score of this particular
IP address. Oh my god, that is also a suspicious IP address. And also you can see that whether this IP address is actually connected to a VPN or not. Maybe this is actually this particular IP address. I already told you that this there are not only this UCK, there are other websites are also hosted in this IP address, which is in US, and they are having some proxy or VPN is also connected to this. Okay, so that may be one reason why it is actually showing that this IP is suspicious to this. Okay, let me do one more IP here. 210, 212, 236. Can you see here? This is an IP with zero risk, no spam and no proxy. This is an IP belonging to CDAC. Okay. Now what is in the VPN? Explain what is in the VPN. VPN is something virtual private network. Say for example, now everybody is now actually working from home. Okay, everybody is working from home, so I want to get connected to my system which is available in office. So how can I do that? I should have a virtual private network access should be there. So it is basically a private connection between your system and your system which is available in the office. Okay, so that is called as VPN. And there are many third-party VPNs are available. Okay, some are actually providing more security features are being provided. Okay, so they can actually use, they can select. There are some free VPN services also being provided, but we are not aware of whether how much secure is that particular VPN is there or not. Okay. I just want to show you one more thing actually here. So I am having this vulnerable operating system that is called as Metasploit. Okay. So here I am running a MySQL database. Okay. And I don't know the password. Assume that I don't know the password. So you can see on the screen, it is actually going to show me that access denied. Okay, I hope this is visible to you. This is Tor more secure than VPN. Definitely, Tor is actually something different. Like there are many, there are. If you look at the internet, almost if you search in Google, only 4% of the internet you are seeing it in the open internet. The rest of the 95% it is actually in the Tor network. So Tor is highly secure. You are like it is not possible to find out through which machine, so through which IP address the packets are actually moving. Why? Because in every 10 minutes the IP address that is allocated to your system is going to get changed. Say now you may be having you are associated with a maybe IP address that is connected to Austria. After 10 seconds, if you check your IP address, now here you can see that whenever I check my IP address, it is going to be, it's static, it is never going to change. But in a Tor connection, IP address are going to continuously change. Why? Because they are going to make use of a protocol, that Onion protocol is going to be used. So every 10 minutes IP address are going to be modified. You are going to assign a new IP address. So it is pretty difficult, and also the transfer of data within the Tor network is encrypted in nature. So it is very difficult to, and they are having their own encryption algorithms. So it is pretty difficult to crack onto a Tor network. Okay, I hope that is clear. But please see that don't use Tor. It's just like when you are actually going to connect to a Tor, what happens is your computer is also going to become a part of that Tor network. Okay, so never ever try to connect to a Tor network. Like you can connect, provided if you are having a new fresh laptop which doesn't have any of your information,
you don't have even that Google Chrome, we are not even logged on to the Google Chrome. So none of the information is there in your system. In that case, you can actually make use of Tor network. Now, how is a person traced on the Tor network? It is practically impossible to Tor network. So what we can do is, in a Tor network, basically you can see that there are so many nodes are available. Okay, there are so many nodes. All these things are actually nodes. Okay, all these things are nodes, and this is my Tor network. Okay, and now this is my source. Okay, SRC source, and then this is my destination. Okay, now when I am trying to connect, what happens is it is going to connect to a node. So please see that this is called as node, NODE. So you can see that there are many nodes are available here. Okay, so this time it is going to connect. Okay, at this point it is going to connect to this node, and from here to this node, and from there you are going to get this. After 10 minutes, what is going to happen? The source is the packets which I am going to communicate with the destination. 1 minute. After 10 minutes, what happens? The source which is trying to communicate with the destination, it is actually going to find out a new route. Okay. From here to this system, and from here to this. Okay. So you can. Okay, now all these connections, okay, all these connections are actually going to be encrypted. These connections are encrypted. Now what are the connections which is not encrypted in nature? This is the only connection that is not encrypted. The green colored one, this is not encrypted. Okay, this is encrypted. Okay, I hope you understood this. Okay, now what I can do is, how do I trace it? Like in US, FBI is actually trying it out. You have to be at this particular connection. Okay. Now I am also going to become a part of the FBI, a part of the Tor network. Okay. Now whatever packets that is actually coming, okay, that is actually coming, say from here to this to this, from this to this, and from here you are going to get this. Now here, what happens is, since this particular packet is not encrypted, FBI is able to find out this particular destination. They will be able to find it out. Is that clear? FBI will be able to find out the destination. Okay, so and then they do the normal policing, and from which they can actually reach to the. You do a background work there. You just move forward, move backward. Hope that answers to that particular question. Is there any other question? Okay, so that I think that completes our session on network scanning. So we have seen some commands like network, this one scanning by using Nmap as well as ping command. So is there any other doubts which I can actually clarify for you? Please unmute your mic and we can just talk. How did they get the destination? How can we use proxy chaining to tracing? Now, see, there are many other various mechanisms are also there. If I want to hide myself, okay, so one way is definitely proxy chaining is going to be there. There are n number of proxies are going to be used, say proxy 1. And their data is actually going to proxy 2, then it gets transmitted to proxy 3. Okay, like what, it just keeps on going, and it is very difficult to backtrace this particular information. Similarly, there are a concept that is called as anonymizers. Okay, there are tools are there. Okay, you can just search in Google anonymizers software. Okay. Anonymizes
tools. Okay, there are many tools are there which is actually going to give you anonymizer, but compare it with a Tor network, it is not that much. You are not that much private on the internet. Even the tools are going to claim that it is going to anonymize your packets or your information is going to be anonymized. In 100% in real sense, that is not going to happen. So you can just use that anonymizers tools. Okay. Any other doubts? Any other general doubts if you want? Yeah. Please. സാർ Yeah, please. പറഞ്ഞോളൂ. ഒന്ന് പറയാമോ? നേരത്തെ പറഞ്ഞ ഏതാണ് US-ലെ IP അഡ്രസ്? അതെന്നെ IP അഡ്രസ്സിൽ ഏതാണ്? ഏതാണത്? അതുമായിട്ടൊന്ന് പറയാമോ? ഈ ടോറിനെ പറ്റിയിട്ടാണോ? ടോർ നെറ്റ്വർക്ക് ആണോ? അതെ അതെ, ടോർ നെറ്റ്വർക്ക്. അല്ല, ഇപ്പൊ ഞാൻ വാട്ട് ഐ വാസ് ടെല്ലിംഗ് ഈസ് ലൈക്ക് ഇഫ് ഐ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി any person in this particular Tor network, okay, this is a Tor network which you are seeing. Yes. I should become a part of the Tor network. Okay, ഇതിൻ്റെ അകത്ത് എനിക്ക് കുറേ പാക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇത് പാക്കറ്റ് എനിക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് പർട്ടിക്കുലർ നെറ്റ്വർക്ക്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഒരു നെറ്റ്വർക്കായി മാറണം, അതിൻ്റെ അകത്തെ ഒരു നോഡായി ഞാൻ മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വരുന്ന ഒരു പാക്കറ്റ് ഞാൻ ഇവിടെ കിട്ടി, ആ നോഡിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തു. ഈ നോഡ് എങ്ങോട്ട് ഫോർവേഡ് ചെയ്യാണ്? ഭാഗ്യവശാൽ എനിക്ക് ഞാനാണ് പോലീസ്, ആ പോലീസിന്റെ നോഡിലോട്ട് എനിക്ക് ഭാഗ്യവശാൽ കിട്ടിയതാണ്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് യു ആർ ഗോയിങ് ടു ഗെറ്റ് ദിസ് പാക്കറ്റ് എവറി ടൈം ഹിയർ. അടുത്ത സെക്കൻഡിൽ ചിലപ്പോൾ ഇത് ഇങ്ങോട്ടായിരിക്കും പോവുക, അടുത്ത സെക്കൻഡിൽ ഇത് വേറെ നോഡിൽ പോകും, എന്നിട്ട് അവിടെ നിന്നായിരിക്കും ഡെസ്റ്റിനേഷനിലോട്ട് പോവുക. ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഈസ് ഐ എം ട്രൈങ് ടു, അപ്പോൾ ഇതിൽ ലക്ക് കൊണ്ട് എനിക്ക് കുറേ പാക്കറ്റ്സ് ഇതിൻ്റെ അകത്തോട്ട് കിട്ടും. ആ പാക്കറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഡെസ്റ്റിനേഷൻ ആളെ പിടികിട്ടും. എന്നിട്ട് ഞാൻ ഇയാളെ പോയിട്ട് ഇയാളെ പിടിക്കും. ഇയാളെ IP അഡ്രസ് നമുക്കറിയാലോ. അപ്പോൾ ആ ISP പ്രൊവൈഡർ, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് ആർക്കാണ് ആ മൊമെന്റിൽ എന്ന് വെച്ചാൽ ഇന്ന ദിവസം ഇന്ന സമയം ഈ IP അഡ്രസ് ആർക്കാണ് അസൈൻ ചെയ്തതെന്നുള്ളത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന് അറിയാം. അപ്പൊ ഞാൻ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൽ പോയിട്ട് ആ IP അഡ്രസ് കണ്ടുപിടിച്ച് അയാളുടെ ഫിസിക്കൽ ഏതാണോ ലൊക്കേഷൻ അവിടെ പോകുന്നു. അവിടെ പോയിട്ട് പിന്നെ നോർമൽ പോലീസ് ക്വസ്റ്റ്യനിങ് ആണ് അവിടെ. അയാൾ ഇത് ടോറിലെ നെറ്റ്വർക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ആളാണ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പ്ലീസ് റിമെമ്പർ ദാറ്റ് ഓൾ ടോർ വെബ്സൈറ്റ്സ് ആർ ആക്ച്വലി ഗോയിങ് ടു യൂസ് നമ്മളിവിടെ .com അല്ലെങ്കിൽ .ac.in ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. ടോർ നെറ്റ്വർക്കിന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് .onion എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഈസ് നോട്ട് ദി നോർമൽ പ്രോട്ടോകോൾ, ഇറ്റ്സ് ദ ടോർ പ്രോട്ടോകോൾ. ദി ഓണിയൻ പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ that website is going to have an extension called as .onion. Is that clear? .onion, yeah. Thank you, sir. So any other doubts? Any other general doubts which is there? പിന്നെ ആദ്യം ഇന്ന് രാവിലെ എനിക്കൊന്ന് ഗൂഗിൾ ഡോക്സിനെ പറ്റി ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു. Isn't it? Somebody has actually Google Docsനെ പറ്റിയിട്ട് say there is one website is there. So this is one website which is going to find out the Google hacking database. അപ്പോൾ ഇവിടെ ആക്ച്വലി ഗൂഗിളിന്റെ സെർച്ചിന്റെ കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, which is actually going to be advanced search ആണിത്. So what I can suppose if I want to find the webcam that is live on the internet, ഞാനിവിടെ എന്ത് ചെയ്താൽ മതി, വെബ്കാം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. കാണുന്നുണ്ടോ? വെബ്കാം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വെബ്കാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഗിൾ ഡോക്സ് എനിക്കിവിടെ കിട്ടും. കാണുന്നുണ്ടോ?
ഇതെല്ലാം ഗൂഗിൾ ഡോക്സ് ആണ്, ഇത് വെബ് ക്യാമുമായി ബന്ധപ്പെട്ടിട്ട്. സോ ഞാൻ ഇതിൽ നിന്നും ഞാൻ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് ഒന്ന് എടുത്ത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ ഇതിനെ കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഞാൻ എന്നിട്ട് വേറെ ഒരു ഗൂഗിൾ പേജിൽ പോകുന്നു. ഞാൻ എന്നിട്ട് ഇത് എൻ്റർ ചെയ്യുന്നു. അപ്പൊ എനിക്ക് കുറെ റിസൾട്ട് എനിക്ക് കിട്ടും. ഓക്കെ, ഈ റിസൾട്ടിൽ നിന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ 200 IP ഞാനിപ്പം ക്ലിക്ക് ചെയ്തേക്കുന്നത്. നമുക്കവിടെ ഓക്കെ കാണുന്നുണ്ടോ, ലൈവ് വെബ് ക്യാം ആണിത്. ഓക്കെ, ദിസ് ഈസ് എ ലൈവ് വെബ് ക്യാം. ഇവിടെ ഇപ്പൊ ആളൊന്നും അനങ്ങുന്നില്ലല്ലോ, അല്ലെങ്കിൽ അനങ്ങുന്നതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല. ലൈവ് ആണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ എന്തായാലും ഈ IP അഡ്രസ് വീട്ടിൽ പോയിട്ട്, വീട്ടിലാണല്ലോ ഇരിക്കുന്നത്, ഇതൊന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ആരെങ്കിലും ഒക്കെ അവിടെ ഇതിപ്പോ ഏതോ ഒരു മഞ്ഞാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സൈറ്റും കൂടെ നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ ചെടിയൊക്കെ അനങ്ങുന്ന കാണാമല്ലോ. So this is a live webcam. Is actually available on the internet. But when I try to use a normal Google search, this is not going to give you any result. Okay? നമ്മൾ സാധാരണ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഇത് റിസൾട്ട് ഒന്നും എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലുള്ള വെല്ലവന്റെ വെബ്കാം ഇങ്ങനെ കാണാൻ പറ്റുമോ, വെല്ലവൻ ഇതേപോലെ കാണാൻ പറ്റും. For example, I am actually using my laptop. Okay, webcam ഉണ്ട്. Okay, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ I can actually hack onto this laptop webcam. മനസ്സിലായി? ഇപ്പൊ അതുപോലെ ഇപ്പം നിങ്ങൾ പേപ്പർ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. റീസെന്റ് നമ്മൾ ഇപ്പം whatever nowadays you can see that all the internet അല്ലേ, TVs are connected to internet. അപ്പൊ ഇന്റർനെറ്റ് TV ആണ്. TV is actually going to have ക്യാമറ ഉണ്ട് ടിവിയില് ഒരു VR ക്യാമറ. നൗ ഇഫ് ദി ടിവിയിലെ കണക്ട് ചെയ്യുന്ന വൈഫൈ TV is actually connected is not protected with strong password. Now what will happen, that TV is actually going to be vulnerable. ടിവിയിലുള്ള വെബ്ക്യാം വൾണറബിൾ ആയി മാറും. അപ്പൊ നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഓക്കെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായോ? ഇപ്പം ആക്ച്വലി ഇത് റീസെന്റ് ഒരു കേസ് ഉണ്ടായിരുന്നു ആലപ്പുഴയില്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. വീട്ടിലെ ഒരു TV, ആ TV TV. അപ്പോ കുറച്ച് അപ്പൊ ക്യാമറ ഹാക്ക് ചെയ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒന്നും സെക്യൂർ അല്ല. നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്കിത് എങ്ങനെ സെക്യൂർ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് ഇൻസ്റ്റാൾ എനി അൺവാണ്ടഡ് സോഫ്റ്റ്വെയർസ് കേട്ടോ. ഡോണ്ട് നെവർ ഇൻസ്റ്റാൾ എനി അൺവാണ്ടഡ് സോഫ്റ്റ്വെയർസ്. ഇപ്പം നമുക്ക് 100% ഉറപ്പുള്ള സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാവൂ. ഓക്കെ, അതേപോലെ തന്നെ കീപ് യുവർ വിൻഡോസ് അപ്ഡേറ്റഡ്. നമ്മുടെ വിൻഡോസ് അപ്ഡേറ്റ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത്, ആൻഡ് ഓൾസോ അതിലെ ഫയർവാൾസ് ഓൺ ആക്കി ഇടുക. അതിൻ്റെ അകത്ത് പറ്റുമെങ്കിൽ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ അതിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ഗോയിങ് ടു ബി സെക്യൂർ. ആൻഡ് ഓൾസോ ഡോണ്ട് ക്ലിക്ക് ഓൺ എനി ലിങ്ക്. ഒരുപാട് പോപ്പപ്പ് വിൻഡോസ് ഒക്കെ വരും. ആ പോപ്പപ്പ് വിൻഡോയിൽ ഒന്നും ക്ലിക്ക് ചെയ്യാതിരിക്കും. സോ ആക്ച്വലി അങ്ങനെയൊക്കെ നമ്മൾ ആക്ച്വലി നോക്കണം. ഓക്കെ, സോ ഏതാ പറഞ്ഞോളൂ. നമ്മള് ഇപ്പൊ വേറെ ഒരാളായിട്ട് നമ്മൾ വീഡിയോ കോളിൽ കോൺഫറൻസ് എന്തെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോഴ് വേറെ ആർക്കെങ്കിലും ഹാക്ക് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഫോൺ വഴി? കോള് നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ കോളിന്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. ഇപ്പൊ വാട്സാപ്പിൽ കോൾ ചെയ്യുന്ന വെച്ചോ, വാട്സാപ്പിൽ കോളിന്റെ ഡീറ്റെയിൽസ് അത് വാട്സാപ്പിന്റെ ലോഗിൽ വരും. ഓക്കെ, എന്ന് വെച്ചാൽ ലോഗിൽ വരും എന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ നമുക്ക് മാനുവലി നമുക്ക് നമ്മൾ അത് ഡിലീറ്റ് ചെയ്യാറുണ്ടല്ലോ. മാനുവലി നമുക്ക് വിളിച്ച ആളിനെയും വിളിക്കാത്ത ആളിനെയും എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പക്ഷെ എന്നാലും ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് all the call logs are actually going to be stored. നമ്മുടെ ഫോണിൽ മാത്രമല്ല വാട്സാപ്പിന്റെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാട്സാപ്പിൽ നമുക്ക് കോളിന്റെ ഡീറ്റെയിൽസ് കിട്ടില്ല, മനസ്സിലാവുന്നുണ്ടോ? നമുക്കത് നോർമൽ നമ്മുടെ ടെലിഫോൺ മൊബൈൽ കോൾ പോലെ തന്നെ നമുക്ക് എന്താണ് സംസാരിച്ചത്, മൊബൈൽ നമുക്ക് എന്താണ് സംസാരിച്ചതെന്ന് വരെ റെക്കോർഡ് വെക്കുന്നുണ്ട്. ഇപ്പോൾ വാട്സാപ്പിൽ ആക്ച്വലി ആ റെക്കോർഡിംഗ് ഇല്ല, പക്ഷേ വി ആർ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ഏത് സമയത്ത് ഇന്ന ആളെ വിളിച്ചു, എത്ര സമയം സംസാരിച്ചു എന്നുള്ളതെല്ലാം നമുക്ക് വാട്സാപ്പിൻ്റെ ഡേറ്റാബേസിൽ നിന്ന് കിട്ടും. ആൻഡ് നമുക്കൊരു എന്താണ് ആ കേസിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട്, ആ കേസിൻ്റെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി വെയിറ്റ് ഓഫ് ദി കേസ് വി ക്യാൻ ആക്ച്വലി കളക്ട് ദി ഡേറ്റ ഫ്രം ദി വാട്സാപ്പ് ഓൾസോ. താങ്ക് യു സാർ. Sir, what would be the case if IP is not static? If you are using ETF key, the most secure to protect one's account. Definitely. Static IP ആണ് നല്ലത്. It's always better to use a static IP. Dynamic IP is always going to change. Static ആണെങ്കിൽ the one thing is very important is you have to keep your system with fully protected. അതാണ് ഒരു mechanism. Okay, so I think it's already 7:15. Okay, so I think if there are any other doubts, okay, ആ ക്യാമറയിൽ ഏതോ ഇത് വണ്ട് പറന്നു പോയി. Okay.